നമസ്കാരം. 2.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം. ദീപക് വർമ്മ എന്നയാളെയാണ് പോലീസ് എൻകൗണ്ടറിൽ വധിച്ചത്. കുട്ടിയുമായി നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു. ദീപക് വർമ്മയ്ക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് 5 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. പ്രതിയെ കണ്ടെത്താനായി സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പോലീസ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. മാത്രമല്ല, ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ ദേവിഖണ്ഡെ മേഖലയിൽ നിന്നാണ് ഇയാളെ പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് തിരികെ വെടിവെക്കുകയും നെഞ്ചിൽ 2 തവണ വെടിയേറ്റതായും പോലീസ് അറിയിച്ചു. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജൂൺ 5 രാവിലെ 10 മണിക്കാണ് അമ്മയോടൊപ്പം ഉറങ്ങുകയായിരുന്ന 2.5 വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം ചന്ദനഗർ മെട്രോ സ്റ്റേഷന് സമീപമാണ് കുട്ടി താമസിച്ചിരുന്നത്. കുട്ടിയെ ഏറെ നേരം അന്വേഷിച്ചതിനു ശേഷമാണ് മെട്രോ പാലത്തിനടിയിൽ ഗുരുതര പരിക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെടുത്തത്. വീട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെ ലോക് ബന്ധു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇപ്പോഴും ചികിത്സ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞ നഗരവാസികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. വിവരം ലഭിച്ചയുടനെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ വഴി ഇയാളെ തിരിച്ചറിഞ്ഞ പോലീസ് സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ശേഖരിച്ചാണ് കെണിയൊരുക്കിയത്. പിന്നീട് രഹസ്യ വിവരത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ കണ്ടോൺമെന്റിലെ ദേവിഖണ്ഡയ്ക്ക് സമീപം വർമ്മയെ പോലീസ് തടഞ്ഞു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് സംഘത്തിന് നേരെ പ്രതി വെടിയുതിർക്കുകയായിരുന്നു. തിരിച്ചു പോലീസ് വെടിവെച്ചപ്പോൾ ഇയാൾക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രതിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കൊല ചെയ്യപ്പെട്ട ദീപക് വർമ്മ നേരത്തെ പീഡനക്കേസിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അതേസമയം 2024 യുണിസെഫ് കണക്കുകൾ പ്രകാരം 370 ദശലക്ഷത്തിലധികം പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് ബലാത്സംഗമോ ലൈംഗികാതിക്രമോ അനുഭവിച്ചിട്ടുണ്ട്. ഓൺലൈൻ അഥവാ വാക്കാലുള്ള ദുരുപയോഗം പോലുള്ള നോൺ കോണ്ടാക്ട് ലൈംഗികാതിക്രമങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇതിന് ഇരയായ സ്ത്രീകളുടെ എണ്ണം 650 ദശലക്ഷമായി ഉയരുന്നു. 20 വയസ്സിന് താഴെയുള്ള കുറഞ്ഞത് 120 ദശലക്ഷം പെൺകുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ മറ്റ് ലൈംഗിക പ്രവർത്തികൾ ചെയ്യാനോ നിർബന്ധിതരായിട്ടുണ്ട്. അടുത്തറിയാവുന്ന ആളുകളെ ആയിരിക്കും ഇതിന് നിർബന്ധിതരാവുന്നതെന്നും യുണിസെഫ് കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ സമാനമായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെയ് 31 പത്തനംതിട്ടയിൽ 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 105 വർഷം തടവ് ശിക്ഷയും 2,85,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. കണ്ണൂർ ഇഴവശ്ശേരി കുനിയൻപുഴ അരിക്കമല ചെങ്കോട്ട് വീട്ടിൽ കൂട്ടായി എന്ന ഹിതേഷ് മാത്യുവിനെയാണ് ശിക്ഷിച്ചത്. വെച്ചുചിറ പോലീസ് 2020 മെയ് 17 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ വിധി. കഴിഞ്ഞ മാസം 19 എറണാകുളത്ത് നിന്ന് 3 വയസ്സുകാരിയെ കാണാതായിരുന്നു. നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയുടെ അമ്മയാണ് കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊന്നതെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമായി. കുട്ടിയെ പീഡിപ്പിച്ച പ്രതി അച്ഛന്റെ സഹോദരനായിരുന്നു.